ഹായ്, ഞാൻ ഇന്നലെ എൻ്റെ ബ്രദറിൻ്റെ മോനുമായിട്ട് ഒന്ന് നിംസ് ആശുപത്രി വരെ പോകേണ്ടി വന്നു. പോയിട്ട് വന്നപ്പോൾ നല്ല വെയിലും വിശപ്പും ഉണ്ടായിരുന്നേ. 12:30 1 മണിയോളം ആയി. ഞങ്ങൾ അടുത്ത് വരുന്ന വഴിക്ക് ഒരു ഇറാനി ഹോട്ടലുണ്ടായിരുന്നേ. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റ് ഒരു ഇറാനി ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഹോട്ടൽ വന്നിട്ട് വർഷങ്ങളോളമായി. പക്ഷേ ഇതുവരെ ഞാൻ ആ ഹോട്ടലിലോട്ട് പോയിട്ടില്ലായിരുന്നു. ഇന്നലെ മോൻ്റെ നിർബന്ധപ്രകാരം അവിടെ കയറി ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ കൊള്ളാം, നല്ലൊരു ഏരിയ ആയിരുന്നു. ഈ കാണുന്നതൊക്കെ അവിടുത്തെ ആ ഏരിയയാണ്. ഞങ്ങൾ കയറിയിട്ട് 2 ജ്യൂസ് ഓർഡർ കൊടുത്ത്, മോനൊരു പപ്സ് വേണമെന്ന് പറഞ്ഞ് പപ്സിനും എനിക്കൊരു വാഴയ്ക്ക പൊരിയായിരുന്നേ. ഞങ്ങളതൊക്കെ വാങ്ങിച്ച് സാവധാനം തിന്ന്. പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വാഴയ്ക്കാപ്പൊരി ആയാലും നല്ല ടേസ്റ്റ്. മോനും പറഞ്ഞ് പപ്സ് നല്ല രുചിയുണ്ട് അപ്പച്ചി എന്ന് പറഞ്ഞ്. അതുപോലെ അവൻ വാങ്ങിച്ചത് ഗ്രേപ്സിൻ്റെതാണ്. പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരുന്നു. മോനും പറഞ്ഞ് നല്ല ടേസ്റ്റുണ്ട്. അധികം പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഫ്രഷ് ജ്യൂസാണ് വാങ്ങിയത്. അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സാവധാനം അവിടെ ഇരുന്നപ്പോൾ കുറേ ആശ്വാസം കിട്ടി. നല്ല വെയിലത്തായിരുന്നു, സ്കൂട്ടറിലായിരുന്നു പോയത്. കുറച്ച് നേരം പതിയെ അവിടെ ഇരുന്ന് കുടിച്ചെടുത്ത് കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ പതിയെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ ഇരുന്നപ്പോഴും ശരീരത്തിനൊരു ക്ഷീണമൊക്കെ മാറി കിട്ടിയായിരുന്നു. ആ വെയിൽ കൊണ്ടതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരാശ്വാസം പോലെ ആ ഒരു ഹോട്ടലിൽ കയറാനും. ഹോട്ടലിനുള്ളിലൊന്നും കയറിയില്ല. ഞങ്ങൾ ആ സൈഡിലുള്ള സ്ഥലത്താണ് ഇരുന്നത്. ചായ കൊടുക്കുന്നതൊക്കെ ഇവിടെ വെച്ചാണ് അവർ ചായ കൊടുക്കുന്നതും ആൾക്കാരിരുന്ന് കുടിക്കുന്നതൊക്കെ ഈ ഭാഗത്തായിട്ടാണ്. പിന്നെ അപ്പുറത്ത് ഹോട്ടലുണ്ട്, അതിനകത്ത് എല്ലാ ഫുഡുകളും ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പോയിട്ടും ഇല്ല. കുട്ടികൾ പോയിട്ടുണ്ട്, അവിടെ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഫുഡ് എന്തായാലും കൊള്ളാൻ, നല്ലതാണ്. ഇത് ചായ അടിക്കുന്ന ഭാഗമാണ് കേട്ടോ. ചായയ്ക്ക് ആവശ്യമായ കടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ പപ്സും പഴംപൊരിയും വാങ്ങിയത്. ഇത് അതിൻ്റെ ഏരിയയും പല സ്ഥലത്തായിട്ട് ഇതിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ആളുകൾ കുറവാണ്. വൈകുന്നേരം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഈ കസേര ഒന്നും ആളല്ലാതെ ഇരിക്കില്ല, എല്ലാം ഫുള്ളായിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോഴും വരുമ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുപോലെയൊക്കെ വന്നും പോയൊക്കെ ഇരിക്കും. തൊട്ട് അടുത്ത മെയിൻ റോഡാണ് ഈ കാണുന്നത്.